بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين أما بعد സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തു അന്നാസിൻ്റെ മുസ്ഹഫിൽ അവസാനത്തെ സൂറത്തായ സൂറത്തു അന്നാസിൻ്റെ തഫ്സീറാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സൂറത്ത് ഇതിന് തൊട്ടു മുമ്പുള്ള രണ്ട് സൂറത്തുകളോടൊപ്പം പലതവണ പാരായണം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കുന്നു, പഠിപ്പിച്ചിരിക്കുന്നു. അതിൽ നിന്ന് തന്നെ ഈ സൂറത്തിൻ്റെ പ്രത്യേകതയും മഹത്വവും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാം. ഓരോ ഫർദായ നിസ്കാരങ്ങൾക്ക് ശേഷവും അതുപോലെ രാവിലെയും വൈകുന്നേരം 3 തവണയും ഉറങ്ങാൻ കിടക്കുമ്പോൾ 3 തവണ അത് കയ്യിലൂതി തടവാനും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൂറത്തുകളിൽ ഒന്നാണ് ഇത്. നോക്കൂ, മുസ്ഹഫ് എടുത്ത് നമ്മൾ നോക്കിയാൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ മുസ്ഹഫ് തുറന്നാൽ അതിലാദ്യത്തെ സൂറത്തിൽ തന്നെ നമുക്ക് ദുആ കാണാം, പ്രാർത്ഥന കാണാം. മുസ്ഹഫ് അവസാനിക്കുമ്പോഴും ഉള്ളത് ദുആണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ദുആണ്, അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്. ഇതിലൂടെ ദുആഇൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സഹാബത്ത് റളിയല്ലാഹു അൻഹും മുസ്ഹഫ് ഈ തർത്തീബിൽ ക്രോഡീകരിച്ചപ്പോൾ ഈ രൂപത്തിലാണ് സൂറത്തുകൾ വച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ വാക്കുകൾ, അതിലെ പദങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റെ തർത്തീബ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ തർത്തീബ് തെറ്റിച്ച് ഓതുക പാടില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് ലില്ലാഹിൽ ഹംദു എന്ന് ഓതാൻ പാടുണ്ടോ? ഇല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇതാണ് പദങ്ങളുടെ തർത്തീബ്, പദങ്ങളുടെ ക്രമം. അതുപോലെ ആയത്തുകളുടെ ക്രമവും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകിയതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് കഴിഞ്ഞാൽ അടുത്ത ആയത്ത് റഹ്മാൻ റഹീമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തർത്തീബ് മാറ്റുക നമുക്ക് പാടില്ല. അതേസമയം സൂറത്തുകളുടെ തർത്തീബ് അത് മുസ്ഹഫ് ഈ രൂപത്തിൽ ക്രോഡീകരിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അവർ എടുത്ത തീരുമാനമാണ് ഈ രൂപത്തിൽ സൂറത്ത് ക്രോഡീകരിക്കുക എന്നത്. ഇന്ന സൂറത്ത് കഴിഞ്ഞാൽ ഇന്നത്, ഇന്ന സൂറത്ത് കഴിഞ്ഞാൽ ഇന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തുകൾ നമുക്ക് ഓതുകയോ മറ്റോ ചെയ്യുമ്പോൾ അതിൻ്റെ തർത്തീബ് മാറുന്നത് കൊണ്ട് കുഴപ്പമില്ല. സൂറത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രി നിസ്കാരത്തിൽ സൂറത്തുൽ ബഖറ ഓതുകയും ശേഷം സൂറത്തുൻ നിസാ ഓതുകയും പിന്നെ സൂറത്തു ആല ഇമ്രാൻ ഓതുകയും ചെയ്തത് കാണാം. സൂറത്തു ബഖറയും സൂറത്തു നിസാവും പിന്നെ ആലു ഇമ്രാനും. ഹുദൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ പോയി നിന്നു നിസ്കരിക്കാൻ. ഹുദൈഫ റളിയല്ലാഹു അൻഹു വിചാരിക്കും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂഇലേക്ക് പോകും. അങ്ങനെ അൽ ബഖറ ഓതി, സൂറത്തു നിസാ ഓതി, സൂറത്തു ആല ഇമ്രാൻ ഓതി ഒരു റക്അത്തിൽ. അപ്പോൾ നോക്കൂ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയ തർത്തീബ് ഇങ്ങനെയാണ്. മുസ്ഹഫിലെ തർത്തീബോ അൽ ബഖറ, ആല ഇമ്രാൻ, സൂറത്തു നിസാ. അതങ്ങോട്ടും ഇങ്ങോട്ടും ആയതുകൊണ്ട് തകരാറില്ല. സഹാബത്ത് റളിയല്ലാഹു അൻഹും മുസ്ഹഫിലെ സൂറത്തുകളുടെ തർത്തീബ് സഹാബത്ത് റളിയല്ലാഹു അൻഹു അവർ തീരുമാനിച്ച തീരുമാനമാണ്. നമ്മുടെ കയ്യിലുള്ള ഇന്നത്തെ മുസ്ഹഫുകളുടെ തർത്തീബ്. എന്നാൽ നോക്കൂ, ആയത്തുകൾ അതിൻ്റെ തർത്തീബ്, ഒരു സൂറത്തിൽ ഇത്ര ആയത്തുകൾ ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന ആയത്ത് ഇന്ന ഇടത്ത്, ഇന്ന ആയത്ത് ഇത്രാമത്, ഇന്ന ആയത്ത് ഇന്ന ഇടത്ത്, ഇതെല്ലാം റബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകിയതാണ്. ആയത്തുകൾ മാത്രമല്ല, ആയത്തുകളുടെ തർത്തീബും അതിൻ്റെ ക്രമവുമെല്ലാം. മുസ്ഹഫ് ഈ രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ തീരുമാനമാണത്, സംശയമില്ല. അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണ് അത് ക്രോഡീകരിക്കപ്പെട്ടത്. അതിൽ നമുക്ക് ദുആ എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാം. നിങ്ങൾ നോക്കൂ, ഈ സൂറത്ത് അള്ളാഹു പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. ഖുൽ പറയൂ നബിയെ, അഊദു ഞാൻ കാവൽ തേടുന്നു, അള്ളാഹുവിൽ അവലംബം അർപ്പിക്കുന്നു,
ആരോടാണ് ഞാൻ കാവൽ തേടുന്നത്? ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ റബ്ബിനോട്, മനുഷ്യരുടെ മുഴുവൻ റബ്ബിനോട്. ഇലാഹിന്നാസ്, അവരുടെ എല്ലാം ഇലാഹിനോട്, അവരുടെ ആരാധനകൾക്ക് യഥാർത്ഥത്തിൽ അർഹതയുള്ളവനാരോ അവനോട്. ഔദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ്, ജനങ്ങളുടെ മലിക്കിനോട്, അവരുടെ യഥാർത്ഥ രാജാവിനോട്. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ആരാധനകൾക്ക് അർഹനാരോ അവനോട്. ഔദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. ഇവിടെ നോക്കൂ നിങ്ങൾ, തൊട്ടു മുമ്പുള്ള സൂറത്തും ഈ സൂറത്തും തമ്മിലുള്ളൊരു വ്യത്യാസമാണിത്. തൊട്ടു മുമ്പുള്ള സൂറത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അവൻ ഫലക്കിൻ്റെ റബ്ബാണ്, പുലരിയുടെ റബ്ബാണ് എന്ന് അവൻ്റെ വിശേഷണം എടുത്തു പറഞ്ഞ്, ആ ഒരു വിശേഷണം ഫലക്കിൻ്റെ റബ്ബാണവൻ എന്ന ഒരു കാര്യം എടുത്തു പറഞ്ഞ് ധാരാളം ഷർറുകളിൽ നിന്ന് കാവൽ തേടുന്നു. എല്ലാ ഷർറിൽ നിന്നും കാവൽ തേടി പിന്നെ പ്രത്യേകമായ 3 ഷുറൂർ, 3 വളരെ വലിയ എന്നാൽ നമുക്ക് കാണാൻ പറ്റാത്ത അപകടങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞ് അതിൽ നിന്ന് കാവൽ തേടി. ഈ സൂറത്തിൻ്റെ പ്രത്യേകത നോക്കൂ, ഈ സൂറത്തിൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു വിശേഷണമല്ല പറയുന്നത്. ഔദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്, ഈ പറയപ്പെട്ട അള്ളാഹുവിൻ്റെ പേരുകളും വിശേഷണങ്ങളും എല്ലാം പറയുന്നു. എന്നിട്ട് കാവൽ തേടുന്നതാകട്ടെ ഒരൊറ്റ ഒരുവൻ്റെ ഷർറിൽ നിന്നാണ്. നേരത്തെ ഉള്ള സൂറത്തും ഈ സൂറത്തും തമ്മിലുള്ള വ്യത്യാസമാണത്. നേരത്തെ ഉള്ള സൂറത്തിൽ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം പറഞ്ഞ് പല ഷർറുകളിൽ നിന്ന് കാവൽ തേടുന്നു. എന്നാൽ ഈ സൂറത്തിൽ അള്ളാഹുവിൻ്റെ പല വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞ് അവനോട് കാവൽ തേടുന്നു ഒരേ ഒരു ഷർറിൽ നിന്ന്. ആരുടെ ഷർറിൽ നിന്നാണത്? ഇബ്ലീസിൻ്റെ, പിശാചിൻ്റെ ഷർറിൽ നിന്ന്. നഊദു ബില്ലാഹ്. അതുകൊണ്ട് അവൻ്റെ ഷർറ് എത്ര വലിയ ഷർറാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ശൈത്താൻ്റെ ഷർറ് എത്ര വലിയ ഷർറാണ്. അള്ളാഹുവിനോട് നമ്മൾ കാവൽ തേടുന്നു. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട്. മനുഷ്യരുടെ മുഴുവൻ റബ്ബാണവൻ. ആരാണ് റബ്ബ്? റബ്ബ് എന്നാൽ അവൻ സൃഷ്ടിച്ചവനാണ്, അതുപോലെ നിയന്ത്രിക്കുന്നവനാണ്, ഉടമസ്ഥനാണ്. സൃഷ്ടിച്ചവൻ അവനാണ്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ്, യഥാർത്ഥ ഉടമസ്ഥൻ അവനാണ്. അങ്ങനെയുള്ളതാണ് റബ്ബ്. അവൻ പടപ്പുകളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവനാണ്. മലിക്കിന്നാസ്, ജനങ്ങളുടെ മുഴുവൻ യഥാർത്ഥ മലിക്, അവരുടെ യഥാർത്ഥ രാജാവാരാണ്? അള്ളാഹുവാണ്. യഥാർത്ഥ രാജാവും അതുപോലെ യഥാർത്ഥ ഉടമസ്ഥനും. ഇലാഹിന്നാസ്, മനുഷ്യരുടെ മുഴുവൻ യഥാർത്ഥ ഇലാഹ്, അവരുടെ ആരാധനകൾക്കെല്ലാം അർഹൻ അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ ഉലൂഹിയ, അവൻ്റെ റുബൂബിയ, അവൻ്റെ മുൽക്ക്, ഇതെല്ലാം എടുത്തു പറഞ്ഞ് അവനോട് കാവൽ തേടുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള വഴികളിലൊന്നാണ് അള്ളാഹുവിൻ്റെ പേരുകളും വിശേഷണങ്ങളും എടുത്തു പറഞ്ഞ് അവനോട് പ്രാർത്ഥിക്കുന്നത്. ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിച്ച ശൈലിയാണത്. ഉദാഹരണത്തിന് ഈ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണ്. യാ ഗഫൂറു ഇഗ്ഫിർലി, യാ ഗഫാറു ഇഗ്ഫിർലി, അതുപോലെ യാ റഹ്മാൻ ഇർഹംനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ചൊല്ലാറുണ്ടായിരുന്ന ഒരു ദുആണ് റബ്ബി ഇഗ്ഫിർലി വതുബ് അലൈ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അള്ളാഹു എനിക്ക് പുറത്തു തരണേ, എൻ്റെ തൗബ സ്വീകരിക്കണം, നീ ഏറെ പൊറുക്കുന്നവനാണ്, നീ കരുണ ചൊരിയുന്നവനാണ്. ആ പേരെടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇത് ദുആക്ക് ഉത്തരം ലഭിക്കാൻ കൂടുതൽ സഹായകമാകുന്ന കാര്യമാണ്. നോക്കൂ, ഇത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ തേടുന്നു ശൈത്താൻ്റെ ഷർറിൽ നിന്ന്. ഇബ്ലീസ് മനുഷ്യൻ്റെ ശത്രുവാണ്, മനുഷ്യൻ്റെ ശത്രുവാണ്. അവൻ്റെ ശത്രുത എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത ശത്രുതയാണ്, ഒടുങ്ങാത്ത പകയാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളെ തടുക്കേണ്ട രൂപവും ശൈത്താനിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ തടുക്കേണ്ട രൂപവും പറഞ്ഞപ്പോൾ മനുഷ്യരോട് നിങ്ങൾ അങ്ങോട്ട് നന്മ ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ തിന്മ ചെയ്യുന്നവൻ നിൻ്റെ മിത്രമായി മാറുന്നത് നിനക്ക് കാണാം എന്ന് പറഞ്ഞത് കാണാം. കാരണം മനുഷ്യൻ്റെ അടിസ്ഥാന പ്രകൃതി നന്മയാണ്, അവൻ്റെ അടിസ്ഥാന പ്രകൃതം നന്മയുടേതാണ്. അതുകൊണ്ട് തന്നെ ഇഹ്സാൻ ലഭിച്ചാൽ, നന്മ ലഭിച്ചാൽ അവൻ ഒരുപക്ഷെ തിന്മ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട്, അവൻ്റെ ദേഷ്യവും പകയും ഒക്കെ അവസാനിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ 3 ഇടങ്ങളിലും അള്ളാഹു ശൈത്താനിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടാനാണ് പറഞ്ഞത്, റബ്ബിനോട് കാവൽ തേടാൻ. എന്തുകൊണ്ടാണത്? കാരണം അവൻ ഒരു ഇഹ്സാനും സ്വീകരിക്കാൻ തയ്യാറല്ല. നീയുമായി ഒരു ഒത്തുതീർപ്പിന് ഒരിക്കലും അവൻ
തയ്യാറല്ല, നിൻ്റെ നാശം കണ്ടേ അടങ്ങുള്ളൂ. ഇന്നമാ യദ്ഉ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബി സഈർ. അവനവൻ്റെ സൈന്യത്തെ വിളിക്കുന്നത് സഈറിൻ്റെ ആളുകളാകാൻ, കത്തിയാളുന്ന നരകത്തിൻ്റെ ആളുകളാകാൻ വേണ്ടി മാത്രമാണ്. കമസലി ശൈത്താൻ ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മ കഫറ ഖാല ഇന്നി ബരീഉം മിൻക്. പിശാചിനെ പോലെ അവൻ മനുഷ്യനോട് പറഞ്ഞു, നീ കാഫിറാകൂ, നിഷേധിയാകൂ. എന്നിട്ട് മനുഷ്യൻ കാഫിറായപ്പോൾ അവൻ പറയുകയാണ്, ഞാനൊന്നിയുമായി ബന്ധമില്ല. അങ്ങേയറ്റത്തെ ചതിയാണ് അവൻ ചെയ്യുക. മനുഷ്യനോട് ഒടുങ്ങാത്ത പകയും അസൂയയും അതുപോലെ അവനെ നാശത്തിലെത്തിച്ചേ അടങ്ങൂ എന്ന സത്യവും ചെയ്തിട്ടാണ് അവൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിനോട് അവൻ്റെ ഇസ്സത്തിൻ്റെ പേരിൽ സത്യം ചെയ്തിട്ടാണ് ശൈത്താൻ ഇറങ്ങിയത്. ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ. റബ്ബേ, നിൻ്റെ ഇസ്സത്ത്, നിൻ്റെ പ്രതാപം തന്നെ സത്യം, സകലരെയും, മനുഷ്യരിൽപ്പെട്ട സകലരെയും ഞാൻ വഴിതെറ്റിക്കും, നീ പ്രത്യേകം തിരഞ്ഞെടുത്ത, നീ സംരക്ഷിച്ച അടിമകൾ ഒഴികെ എന്ന് അള്ളാഹുവിനോട് ശൈത്താൻ പറഞ്ഞത് കാണാം. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ വിട്ടയച്ചിരിക്കുന്നു നമുക്ക് പരീക്ഷണമായിക്കൊണ്ട്. അള്ളാഹു അവനോട് പറഞ്ഞു, റബ്ബ് ശൈത്താനോട് പറഞ്ഞതായി സൂറത്തുൽ ഇസ്രായിൽ നമുക്ക് കാണാം, വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക്. നീ നിൻ്റെ ശബ്ദമുഖേന നീ ഉദ്ദേശിക്കുന്നവരൊക്കെ ഇളക്കി വിട്ടുകൊള്ളുക. വഅജ്രിബ് അലൈഹിം ബിഖൈലിക വറജ്ലിക്. നീ നിൻ്റെ കുതിരപ്പടയും കാലാൾപ്പടയും നയിച്ചു കൊള്ളുക. വഅജ്രിബ് അലൈഹിം ബിഖൈലിക വറജ്ലിക് വശാരിഖ്ഹും ഫിൽ അംവാലി വൽ ഔലാദി വഇദ്ഹും വമാ യഅദുഹും അശ്ശൈത്താനു ഇല്ലാ ഗുറൂറ. അവരുടെ സമ്പത്തിലും സന്താനങ്ങളിലുമെല്ലാം നീ പങ്കു ചേർന്ന് കൊള്ളുക. അതിലൊക്കെ അവൻ പങ്കെടുക്കാൻ ശ്രമിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കും. ഇങ്ങനെ പലതിലും അവൻ വ്യാമോഹങ്ങളും വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ അവൻ്റേത് വഞ്ചന മാത്രമാണ്. അവൻ്റെ കൊടിയ ഉപദ്രവങ്ങളിൽപ്പെട്ടതാണ് നന്മക്ക് താല്പര്യമില്ലായ്മ ഉണ്ടാക്കുക, തിന്മക്ക് താല്പര്യമുണ്ടാക്കുക എന്നത്. നന്മയെക്കുറിച്ച് അവൻ വെറുപ്പ് ഉള്ള കാര്യങ്ങൾ പഠിപ്പിക്കും, എന്നാൽ തിന്മ അലങ്കരിച്ച് കാണിക്കാൻ ശ്രമിക്കും. നമ്മുടെ പിതാവ് ആദം അലൈഹിസ്സലാമിനോട് അള്ളാഹു വിലക്കിയ മരത്തെക്കുറിച്ച് അവൻ എന്താണ് പറഞ്ഞത്? ഹൽ അദുല്ലുക അലാ ഷജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ല. എന്നെന്നും ഇവിടെ താമസിക്കാൻ നിന്നെ സഹായിക്കുന്ന മരം കാണിച്ചു തരട്ടെ, ഒരിക്കലും അവസാനിക്കാത്ത അധികാരം നിനക്ക് തരുന്ന മരം കാണിച്ചു തരട്ടെ. അള്ളാഹു വിലക്കിയ മരം കാണിച്ചിട്ടാണ് ഈ പറയുന്നത്. ഇതുപോലെയാണ് ഏത് ഹറാമും അവൻ എന്തു ചെയ്യും? നിനക്ക് അതിന് പ്രയോജനമുണ്ട് എന്ന രൂപത്തിൽ പറഞ്ഞു തരും, അതിലേക്ക് നയിക്കും, അതിലേക്ക് അവൻ നിന്നെ കൊണ്ടുപോകാൻ അങ്ങേയറ്റം പരിശ്രമിക്കും. ഒടുങ്ങാത്ത പകയാണ് മനുഷ്യനോട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദമിൻ്റെ പുത്രൻ ജനിച്ചു വീഴുമ്പോൾ അവൻ കരയുന്നു. കാരണം ശൈത്താൻ കുഞ്ഞിനെ കുത്തുന്നു, വിരൽ കൊണ്ട് കുത്തുന്നു. ആലോചിച്ച് നോക്കൂ, ചെറിയ കുഞ്ഞ്, ഈ ആദം അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഈ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അതിനെ കുത്തി കരയിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമ്മൾ അതുപോലെ വിശ്വസിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറിയമിൻ്റെ മകനും ഈസ അലൈഹിസ്സലാം ഈ കുത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. കാരണം അവർക്ക് രണ്ടുപേർക്കും വേണ്ടി അവരുടെ ഉമ്മ ഇമ്രാൻ്റെ ഭാര്യ ദുആ ചെയ്തു, ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്താനിർ റജീം. അള്ളാഹു ഇവളെയും ഇവളുടെ സന്താനത്തെയും ശൈത്താനിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു, ഇവർക്ക് വേണ്ടി എന്ന് പ്രത്യേകം ദുആ ചെയ്തത് കാണാം. ആ ദുആ റബ്ബ് സ്വീകരിച്ച് ഇവർക്ക് രണ്ടുപേർക്കും ഏൽക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഇങ്ങനെ ഏത് സമയത്തും അവൻ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും, കൂടെ കൂടിക്കൊണ്ടിരിക്കും. എന്തിനു വേണ്ടി? മനുഷ്യനെ വഴിപഴപ്പിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല, ഇല്ലാ ഖദ് വുകില ബിഹി ഖരീൻ, ഒരു ഖരീൻ, ഒരുമിച്ച് തന്നെയുള്ള ഖരീൻ എന്ന് പറഞ്ഞാൽ കൂടെ വിടാത്ത കൂട്ടുകാരെന്നാണ്. അങ്ങനെയുള്ള ഒരാൾ നിങ്ങളിൽ ഓരോരുത്തരുടെയും കൂടെയുണ്ട്. സഹാബത്ത് ചോദിച്ചു, വ അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങയുടെ കൂടെയുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അത് എൻ്റെ കൂടെയുമുണ്ട്. പക്ഷേ നബിയുടെ കൂടെയുള്ള ഖരീനൊരു വ്യത്യാസമുണ്ട്. ഇല്ല അന്നല്ലാഹ ആനനി അലൈഹി, എൻ്റെ കൂടെയുള്ള ഖരീനിൻ്റെ കാര്യത്തിൽ അള്ളാഹു എന്നെ സഹായിച്ചിട്ടുണ്ട്. ഫഅസ്ലം, അവൻ മുസ്ലിമായി. ഫലാ യഅമുറുനി ഇല്ലാ ബിഖൈർ, അവനോട് ഖൈർ അല്ലാതെ കൽപ്പിക്കുകയില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ള പ്രത്യേകതയാണ്.
എന്നാൽ ബാക്കിയുള്ള മനുഷ്യരുടെ കൂടെ അവനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റ ദം. ശൈത്താൻ മനുഷ്യൻ്റെ രക്തമോടുന്ന ഇടത്തെല്ലാം ഓടുന്നതാണ്. നിങ്ങൾ നോക്കൂ, ഈ സൂറത്തിൽ ശൈത്താൻ ധാരാളം ഉപദ്രവങ്ങൾ ഉണ്ടാക്കും. പല ഉപദ്രവങ്ങൾ ശൈത്താൻ ഉണ്ടാക്കുന്നതാണ്. പല രൂപത്തിൽ, ശാരീരികമായ ഉപദ്രവങ്ങൾ, മാനസികമായ ഉപദ്രവങ്ങൾ ഒക്കെ ശൈത്താൻ ഉണ്ടാക്കും. പക്ഷേ അള്ളാഹു ഈ സൂറത്തിൽ എടുത്തു പറഞ്ഞ ഉപദ്രവം അവൻ്റെ വസ്വസത്ത് എന്ന ഉപദ്രവമാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരി അൽ വസ്വാസിൽ ഖന്നാസ്. മിൻ ശർരി, ഷർറിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന്, അൽ വസ്വാസി അൽ ഖന്നാസ്. വസ്വാസ് എന്നത് ഇവിടെ ശൈത്താൻ്റെ പേരായിട്ട് തന്നെയാണ് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് വസ്വസത്ത് അഥവാ ഈ ദുർബോധനം, ഇങ്ങനെ തോന്നലുകൾ ഉണ്ടാക്കുക എന്നർത്ഥത്തിലാണ്. പക്ഷെ അത് തന്നെ അവൻ്റെ പേരായി ഉപയോഗിച്ചിരിക്കുന്നു ഈ സൂറത്തിൽ. എന്ന് പറഞ്ഞാൽ അവൻ്റെ നിരന്തരമായ അവൻ്റെ ഉപദ്രവങ്ങളിൽപ്പെട്ടതാണ് വസ്വാസത്ത് ഉണ്ടാക്കുക എന്നത്. മിഷറിൽ വസ്വാസ്, അവൻ വസ്വാസാണ്, വസ്വാസ് ഉണ്ടാക്കുന്നവനാണ്. അതുപോലെ ഖന്നാസുമാണ്. ഖന്നാസ് എന്നാൽ എന്താണ് അർത്ഥം? പിന്മാറിക്കളയുക, പിന്തിരിഞ്ഞു പോയി കളയുക. അങ്ങനെ ചെയ്യുന്നവനും കൂടിയാണ്. നിങ്ങൾ നോക്കൂ, സഹാബത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഇന്ന ശൈത്താന ജാഥിമുൻ അലാ ഖൽബി ഇബ്നി ആദം. ശൈത്താൻ മനുഷ്യൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചവനാണ്, ഇരിപ്പുറപ്പിച്ചവനാണ്. ഇദാ ദക്കറല്ലാഹ ഖനസ്. എന്നാൽ നീ അള്ളാഹുവിനെ ഓർത്താൽ, റബ്ബിനെ സ്മരിച്ചാൽ ഖനസ്, പിന്മാറിക്കളയും. വഇദാ ഗഫൽ, അവൻ അശ്രദ്ധയിലായാൽ അഥവാ അള്ളാഹുവിനെ സ്മരിക്കാൻ മറന്നുപോയാൽ വസ്വാസ് ഉണ്ടാക്കും. ഇദാ ദക്കറല്ലാഹ ഖനസ് വഇദാ ദക്കറല്ലാഹ ഖനസ് വഇദാ ഗഫല വസ്വസ്. നോക്കൂ, അതാണ് ശൈത്താൻ്റെ പ്രവർത്തനം. പണ്ഡിതന്മാർ പറഞ്ഞു, വസ്വാസ് എന്നാൽ എന്താണ്? നിനക്കൊരു തോന്നൽ മനസ്സിൽ കിട്ടിയിട്ടുണ്ടാവും. പറഞ്ഞ ആളെ കണ്ടോ കണ്ടില്ല, പറഞ്ഞ ശബ്ദം കേട്ടോ കേട്ടില്ല, അതുവരെ ഇല്ലാത്തൊരു തോന്നൽ, ഒരു തിന്മ ചെയ്യാൻ, ഒരു നന്മ ചെയ്യാതിരിക്കാൻ, എന്തെങ്കിലും ഒരു മോശമായത് പറയാനോ അല്ലെങ്കിൽ ചെയ്യാനോ തോന്നിപ്പിച്ചു തരിക. ഇതാണ് വസ്വസത്ത് എന്ന് പറയുന്നത്. അവൻ്റെ ഉപദ്രവങ്ങളിൽ വളരെ കടുത്ത ഉപദ്രവത്തിൽപ്പെട്ടതാണ്. കാരണം നമുക്ക് കാണുകയില്ല. അവനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കവനെ കാണാതെ, എന്നാൽ അവനും അവൻ്റെ കൂട്ടാളികളും നമ്മെ കാണുന്ന അവസ്ഥയിലാണ്. അള്ളാഹു പറഞ്ഞു, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈതു ലാ തറൗനഹും. അവൻ നിങ്ങളെ കാണുന്നു, അവനും അവൻ്റെ കൂട്ടാളികളും നിങ്ങൾ അവനെ കാണാത്ത രൂപത്തിൽ. അങ്ങനെയുള്ള ശത്രു സുബ്ഹാനല്ലാഹ് വലിയ ഉപദ്രവം ചെയ്യുന്ന ശത്രുവാണ്. കാരണം നമ്മോട് ഒടുങ്ങാത്ത പകയുണ്ട്, നമ്മെ കാണുന്നുമുണ്ട്, നമ്മളാകട്ടെ കാണുന്നുമില്ല. അങ്ങനെ ഒരു ശത്രു, മനുഷ്യരിൽപ്പെട്ട അങ്ങനെ ഒരു ശത്രു നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ഉപദ്രവമായിരിക്കും അത്. നമുക്ക് കാണാൻ കഴിയില്ല, എന്നാൽ നമ്മളെ കാണും, നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ഏത് സമയത്തും അപകടത്തിൽപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ അള്ളാഹുവിനോട് കാവൽ തേടലല്ലാതെ യാതൊരു വഴിയുമില്ല. റബ്ബിൻ്റെ കാവൽ, അള്ളാഹുവിൻ്റെ കാവൽ, അതാണ് അവൻ്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, അവനെ സ്മരിക്കുക, അവനോട് ഇസ്തിആദത്ത് നടത്തി കാവൽ തേടുക എന്നതാണ് ആ വഴി. ഇവിടെ സഹാബി പറഞ്ഞതുപോലെ വഇദാ ദക്കറല്ലാഹ് ഖനസ്, അള്ളാഹുവിനെ സ്മരിച്ചാൽ അവൻ പിന്മാറിക്കളയും, അള്ളാഹുവിനെ സ്മരിച്ചാൽ പിന്മാറിക്കളയും. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഏതൊരു മാസിയത്തും ഏതൊരു തിന്മയും സംഭവിക്കുക ഗഫലത്തിനാണ്, അള്ളാഹുവിനെ മറന്നാലാണ്. അതല്ലാതൊരു തിന്മ സംഭവിക്കില്ല. റബ്ബിനെ യഥാവിധി ഓർത്തുകൊണ്ടൊരിക്കലും അവനെ ധിക്കരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വമൻ യഅശു അൻ ദിക്രി റഹ്മാൻ നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീൽ വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ ഹത്താ ഇദാ ജഅനാ ഖാല യാ ലൈത ബൈനി വബൈനക ബുഅദൽ മശ്രിഖൈനി ഫബിഅസൽ ഖരീൻ. അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന്, റഹ്മാനായ റബ്ബിനെ സ്മരിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും വിട്ടുപോയാൽ, അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്നൊരാൾ അതിനെ അവഗണിച്ച് പോയാൽ, അള്ളാഹു പറയുന്നു, നാം അവന് വിട്ടുമാറാത്ത കൂട്ടുകാരനായ ഒരു ശൈത്താനെ ഏർപ്പെടുത്തി കൊടുക്കും. അവൻ മനുഷ്യനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തടഞ്ഞുകൊണ്ടിരിക്കും. അവർ വിചാരിക്കും നേർവഴിയിലാണ്, തെറ്റായ വഴിയിലാണുള്ളത്, പക്ഷേ നേരായ വഴിയിലാണുള്ളത് എന്ന് വിചാരിക്കും. അങ്ങനെ നാളെ പരലോകത്ത് നമ്മുടെ പക്കലെത്തിയാൽ അവൻ പറയും, യാ ലൈത ബൈനി വബൈനക ബുഅദൽ മശ്രിഖൈൻ ഫബിഅസൽ ഖരീൻ. ഞാനും നീയും തമ്മിൽ ചക്രവാളങ്ങളുടെ
ദൂരം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര മോശം കൂട്ടുകാരനാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, നോക്കൂ നിങ്ങൾ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, മനുഷ്യരെ നിങ്ങൾ പിശാചിൻ്റെ കാലടികളെ പിൻപറ്റരുത്. നോക്കൂ നിങ്ങൾ, അവനെ അനുസരിക്കരുത്, അവനെ നിങ്ങൾ ശത്രുവായി സ്വീകരിക്കണം. അള്ളാഹു പറയുകയാണ്, എത്രത്തോളം അവനുമായി സാദൃശ്യപ്പെടുന്നത് ഒന്നും ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവനുമായി സാദൃശ്യപ്പെടുന്ന എത്ര കാര്യങ്ങളാണ് നബി നമ്മോട് വിലക്കിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വലതു കൈ കൊണ്ട് തിന്നുക, വലതു കൈ കൊണ്ട് കുടിക്കുക, ഇടത് കൈ കൊണ്ട് തിന്നരുത്, കുടിക്കരുത്. ഫഇന്ന ശൈത്താന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി, ശൈത്താൻ ഇടത് കൈ കൊണ്ട് കുടിക്കും, ഇടത് കൈ കൊണ്ട് തിന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ശൈത്താനെ നീ അനുകരിക്കുക, അവൻ നിൻ്റെ വീട്ടിലേക്ക് കയറാതിരിക്കാൻ നീ കയറുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയുക, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറയുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് നബിയുടെ പ്രകൃതത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകൃതത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് സൗമ്യതയും അതുപോലെ മൃദുവായ സമീപനവുമൊക്കെയാണ്. നിങ്ങൾക്കറിയുമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പോഴത് ഒരാൾ വരികയാണ്, മറ്റാരോ തള്ളിയിട്ട് വരുന്നത് പോലെയാണ് വരുന്നത്. ഈ ഭക്ഷണത്തിൽ കൈയിടാൻ വേണ്ടി അദ്ദേഹം കൈ നീട്ടി. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ അങ്ങ് പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുടെ കൈ അങ്ങ് പിടിച്ചു. അത് കഴിഞ്ഞതാ ഒരു ചെറിയ പെൺകുട്ടി വരികയാണ്, കുട്ടിയാണ്, ആരോ തള്ളിയതുപോലെയാണ് വരുന്നത്. അത് പാത്രത്തിലേക്ക് കൈ നീട്ടി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈക്ക് പിടിച്ചു. ഭക്ഷണത്തിലേക്ക് കൈയിട്ട ആളുടെ കൈ പിടിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറയുകയാണ്, എന്ത്, ഈ ഭക്ഷണത്തിൽ പങ്കുചേരാൻ, ഇത് കഴിക്കാൻ വേണ്ടി രണ്ടുപേരെ ശൈത്താൻ തള്ളിക്കൊണ്ടുവരാൻ. മനസ്സിലായില്ലേ? കാരണം ബിസ്മി ചൊല്ലാതെ ആദ്യം ഒരാൾ അതിലേക്ക് കൈവച്ചാൽ ശൈത്താൻ അതിൽ ഓഹരി കിട്ടും. ബിസ്മി പറഞ്ഞ് കൈവച്ചാൽ അതിൽ ഓഹരി കിട്ടുകയില്ല. അതുകൊണ്ട് വരികയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈക്ക് പിടിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ശൈത്താൻ അതിൽ പങ്കുചേരാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിക്കുന്നില്ല, കൈക്ക് പിടിച്ചു വെക്കുന്നു. ആ അദബ് പാലിക്കാത്തതിൻ്റെ പേരിൽ ശൈത്താൻ അതിൽ പങ്കെടുക്കാതിരിക്കാൻ. അപ്പം എത്ര ഗൗരവമുണ്ട് കാര്യം. ശൈത്താനെ അകറ്റി നിർത്തുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, അവനിഷ്ടമുള്ള, റബ്ബിനിഷ്ടമുള്ളത് ചെയ്യുക. ശൈത്താന് ഇഷ്ടം ഉള്ളത് നീ ചെയ്തു വെക്കരുത്. അവനിഷ്ടം മ്ലേച്ഛമായ കാര്യങ്ങളാണ്. എത്രത്തോളം സുബ്ഹാനല്ലാഹ്, അവനിഷ്ടം ദുർഗന്ധമാണ്, അവനിഷ്ടം നജസിൻ്റെ ഇടങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിസർജ്ജ സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഇന്ന ഹാദിഹിൽ ഹുശൂശ മുഹ്തദറ, ഈ വിസർജ്ജങ്ങളുടെ ഇടങ്ങൾ അഥവാ ടോയ്ലറ്റുകൾ മുഹ്തദറ, ഇവിടെ ആര് സന്നിഹിതരാകും? പിശാചുക്കൾ സന്നിഹിതരാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവിടെ ആര് സന്നിഹിതരാവുകയില്ല? മോശമായ ഗന്ധമുള്ള മലായിക്കത്ത് സന്നിഹിതരാവുകയില്ല. അവനിഷ്ടം നോക്ക്, വൃത്തികെട്ട കാര്യങ്ങളാണ് അവനിഷ്ടം. ഏതിലും ദുർഗന്ധം അവനും അവൻ്റെ കൂട്ടാളികളും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ നിൽക്കരുത് എന്ന് പറഞ്ഞു. ആവശ്യം കഴിഞ്ഞാൽ എന്ത് വേണം? പുറത്തിറങ്ങണം. മനസ്സിലായില്ലേ? നീ വസ്ത്രം അഴിച്ചു വെക്കുകയാണ്, ബിസ്മി പറയുക അഴിച്ചു വെക്കുമ്പോൾ. പിശാചുക്കളുടെ നോട്ടം നിൻ്റെ നഗ്നതയിലേക്ക് വരാതിരിക്കാൻ, നിൻ്റെ നഗ്നതയിലേക്ക് ശൈത്താന്മാർ നോക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ മക്കളെ ശ്രദ്ധിക്കാൻ അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഗ്രിബിൻ്റെ സമയമായാൽ കുട്ടികളെ വീട്ടിനകത്താക്കുക, വാതിലടക്കുക, ബിസ്മി പറഞ്ഞ് വാതിലടക്കുക. ശൈത്താൻ അടച്ചുപൂട്ടിയത് തുറക്കാൻ അവന് കഴിയുകയില്ല, അവൻ്റെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കൂ. ഏത് ഷർറിനും സഹായിയായി അവനുണ്ടാകും, ഏത് മോശമായ കാര്യത്തിനും അവൻ സഹായിയായി ഉണ്ടാകും. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മുഅ്മിൻ ഉറങ്ങാൻ കിടന്നാൽ ശൈത്താൻ അവനോട് വന്ന് പറയും, ഇന്ന അലൈക ലൈലൻ തവീലൻ ഫർഖുദ്, നിൻ്റെ മുന്നിൽ സുദീർഘമായ രാത്രി ഉണ്ട്, ഉറങ്ങിക്കോളൂ. അവൻ പറയുമെന്നാണ്. അവൻ്റെ മുതുകിൽ 3 കെട്ടുകളിടും, അവൻ്റെ മുർദാവിൽ 3 കെട്ടുകളിടും ശൈത്താൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുഅ്മിൻ എഴുന്നേറ്റു, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലി, വുദൂ ചെയ്തു, ഇവൻ കെട്ടിയ ഓരോ കെട്ടുകളായി അഴിഞ്ഞ് പോകും എന്നാണ്. ഓരോന്നായി അഴിഞ്ഞടിഞ്ഞു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കരിക്കാതെ സുബ്ഹിന് എഴുന്നേൽക്കാതെ ഉറങ്ങിയ ഒരാളെക്കുറിച്ച് പറഞ്ഞ എന്താണ്? ബാല ശൈത്താനു ഫി ഉദ്നൈ, അവൻ്റെ ഇരു ചെവികളിൽ ശൈത്താൻ മൂത്രമൊഴിച്ചിരിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് നിന്നെ മറപ്പിച്ച് കളയുന്ന ഏത് കാര്യത്തിനും അവൻ അങ്ങേയറ്റം ശ്രദ്ധയോടെ അതിന് സഹായിച്ചു തരാനുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു,
വഖുൽ ലിഇബാദി, എൻ്റെ അടിമകളോട് പറയൂ, യഖൂലു ലത്തി ഹിയ അഹ്സൻ, അവർ പരസ്പരമുള്ള സംസാരത്തിൽ ഏറ്റവും നല്ലത് പറയട്ടെ. നല്ലത് എന്നല്ല, പിന്നെ ഏറ്റവും നല്ല. എന്തുകൊണ്ടാണ്? ഇന്ന ശൈത്താന യൻസഗു ബൈനഹും, ശൈത്താൻ അവർക്കിടയിൽ കുഴപ്പമിളക്കി വിടും. കാരണം നിൻ്റെ വാക്ക്, നീ എന്തെങ്കിലും ഒരു നല്ലതല്ലാത്ത പ്രയോഗം പ്രയോഗിച്ചാൽ അതിനേക്കാൾ മോശമായ രൂപത്തിലായിരിക്കും ശൈത്താൻ നീ ആരോടോ പറഞ്ഞ് അവനെ കേൾപ്പിക്കുന്നത്. അവൻ്റെ മനസ്സിൽ വളരെ മോശമായ അവസ്ഥയിൽ അതിനെക്കുറിച്ച് മോശമായ തോന്നലുകൾ തോന്നിപ്പിക്കും. ബന്ധങ്ങൾ തകരാനും കുഴപ്പങ്ങൾ ഉണ്ടാകാനുമെല്ലാം അവൻ ശ്രദ്ധയോടെ അവിടെ ഉണ്ട്. നോക്കൂ, എവിടെയും ശൈത്താൻ ഈ രൂപത്തിൽ നമ്മെ വഴിതെറ്റിക്കാൻ ഉണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ തേടുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിനെ സൂക്ഷിക്കുക. അവൻ നമ്മുടെ കൂട്ടുകാരനല്ല, മറിച്ച് അവൻ നമ്മെ തെറ്റിലേക്ക് നയിക്കുന്നവനാണ്. അവൻ നയിക്കുന്നത് ഷിർക്കിലേക്കാണ്. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനതയെ, അടുത്ത തലമുറയെ ഷിർക്ക് ചെയ്യിക്കാനുള്ള പണി അവൻ നിലവിൽ ജീവിച്ചിരുന്ന ആളുകളെ കൊണ്ട് ചെയ്യിച്ചു. നമ്മളെയും ഇതുപോലെ തെറ്റിക്കാം. നമ്മുടെ വരും തലമുറകളെ ഷിർക്കിലേക്ക് എത്തിക്കാനുള്ള പണി ചിലപ്പോൾ നമ്മളെ കൊണ്ട് എടുപ്പിക്കും. മനസ്സിലായില്ല? അവരെ കൊണ്ട് എന്താണ് ചെയ്യിച്ചത്? ഒരു രൂപമുണ്ടാക്കി വെപ്പിച്ചു. ഇതുപോലെ നോക്കൂ, പല ആളുകളും ചില അനാവശ്യമായ പലതും, ചില സ്മാരകങ്ങൾ, അങ്ങനെ പലതും ഒരാൾ പറയുകയാണ്, ഇതെൻ്റെ ഇന്നയാൾ ഉപയോഗിച്ച ഒരു കസേരയാണ്, വളരെ മഹാനായ ഒരാൾ ഉപയോഗിച്ച കസേരയാണ് എന്ന് പറഞ്ഞാൽ അത് പൊട്ടുന്നേന അത് ശരിയാക്കി ഇങ്ങനെ വെക്കുകയാണ്. മനസ്സിലായില്ലേ? ഇയാൾ ചിലപ്പോൾ അതിലൊന്നും കാണുകയില്ല. പക്ഷെ ഒരു തലമുറ കഴിഞ്ഞ് വരുന്നവൻ ചിലപ്പോൾ അവൻ എന്തെങ്കിലും രോഗം ഉണ്ടായാലും വിചാരിക്കും ഇമ്മൊക്കെ കയറിയിരുന്നാൽ ഒരാശ്വാസം. അടുത്തൊരു തലമുറ ചിലപ്പോൾ അതിനെ നേരെ പൂജിക്കുക തന്നെ ചെയ്തേക്കും. നോക്കൂ നിങ്ങൾ, ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം. എന്ന് പറഞ്ഞാൽ നമ്മെക്കൊണ്ട് ഷർഈന്, ദീനിൻ്റെ അധ്യാപനങ്ങളോട് യോജിക്കാത്ത ഒരു ചെറിയ കാര്യം നമുക്ക് നിസ്സാരമായി തോന്നുന്നത് ചിലപ്പോൾ ചെയ്യിക്കുന്നത് വേറൊരാളെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കും. കാരണം അവന് ഉള്ളത് ചില്ലറ പ്രവൃത്തി പരിചയമല്ല. ഒരു ജോലിക്കൊരാൾ എടുക്കുമ്പോൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എത്ര കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നാണ്, എത്ര കാലം ഈ പണിയെടുത്തിട്ടുണ്ട്. അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞു, വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറൻ അഫലം തകൂനു തഅഖിലൂൻ, നിങ്ങളിൽ ഒരുപാട് തലമുറകളെ അവൻ വഴിപഴപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുന്നില്ലേ? എത്ര ഉമ്മത്തുകളെ വഴിപഴപ്പിച്ച് പരിചയമായിട്ടാണ് അവൻ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എവിടെയാണ് നിൻ്റെ വീക്ക് പോയിൻ്റ്, എവിടെയാണ് നിന്നെ പിടിക്കാൻ കിട്ടുക? അവൻ ശ്രദ്ധിക്കും, നിന്നെ നോക്കിയിരിക്കും. നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മളെവിടെയാണ് പാളിച്ച, നമുക്ക് എവിടെയാണ്. ചിലർക്ക് ചില വിഷയങ്ങളാണെങ്കിൽ മറ്റു ചിലർക്ക് വേറെ വിഷയങ്ങളിലായിരിക്കും. ചില ആളുകൾ സാമ്പത്തികമായി അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായിരിക്കും, പക്ഷെ ലൈംഗിക വിഷയത്തിൽ അവൻ ചിലപ്പോൾ പെട്ടെന്ന് കാലടറി പോകും. ചില ആളുകൾ നേരെ തിരിച്ചിട്ടായിരിക്കും. ആൾ നല്ല ആളായിരിക്കും, പക്ഷേ സമ്പത്തിലാളെ കൊള്ളുകയില്ല. ഇങ്ങനെ ഓരോരുത്തരെ എവിടെയാണ് പിടിക്കേണ്ടത്, എവിടെയാണ് ഒരാളുടെ പാളിച്ച ഉള്ളത്, ഇത് നോക്കുകയും അങ്ങനെ വഴിതെറ്റിക്കാൻ അവൻ ശ്രമിക്കുകയും ചെയ്യും. അള്ളാഹുവിനോട് കാവൽ തേടുക, അവനോട് ദുആ ചെയ്യുക, അതാണ് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം അള്ളാഹുവിനെ അനുസരിക്കുക. മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, അവൻ വസ്വാസ് ഉണ്ടാക്കുന്നു ഫി സുദൂരിൻ നാസ്, ജനങ്ങളുടെ നെഞ്ചകങ്ങളിൽ, അവരുടെ ഹൃദയങ്ങളിൽ. മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ. അഥവാ ഷയാത്തീൻ എന്നത് ആരിലുമുണ്ട്, മനുഷ്യരിലും ഉണ്ട്. ഷെയ്ത്താൻ എന്ന വാക്ക് വേറെ, ജിന്ന് എന്ന വാക്ക് വേറെയാണ്. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ധിക്കാരികളും മോശക്കാരുമായ ആളുകളെ ഷെയ്ത്താൻ എന്ന് വിശേഷിപ്പിക്കാം. അതായത് ആ വിശേഷണം അവർക്ക് യോജിക്കും. മനുഷ്യരിൽപ്പെട്ടവർക്കും യോജിക്കും, ജിന്നുകളിൽപ്പെട്ടവർക്കും യോജിക്കും. അപ്പോൾ ഷെയ്ത്താൻ മനുഷ്യരിലുമുണ്ട്, ജിന്നുകളിലുമുണ്ട്. കാരണം ഷെയ്ത്താൻ്റെ അർത്ഥം എന്താണ്? മോശക്കാരായ, ധിക്കാരികളായ, ഷർറിലേക്ക് വിളിക്കുന്ന ആളുകളെന്നാണ്. അതേസമയം ജിന്ന് വർഗത്തിൽപ്പെട്ട ഷെയ്ത്താന്മാർ അത് വേറെ തന്നെയാണ്. കാരണം ജിന്ന് വർഗത്തിൽ മനുഷ്യരിലുള്ളതുപോലെ മുസ്ലിമീങ്ങളുമുണ്ട്, കാഫറുകളുമുണ്ട്. അവരിലെ ജിന്ന് വർഗത്തിലെ കാഫറുകളായ മോശക്കാരായ ആളുകൾ അവരിലെ ഷെയ്ത്താന്മാരാണ്. അവരെയാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ മനുഷ്യരിൽ എന്തുണ്ട്? ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കളുടെ സഹായികളായി പ്രവർത്തിക്കുന്നവർ മനുഷ്യരിൽ ഉണ്ട്. എന്ന് പറഞ്ഞാൽ
ഷർറിലേക്ക് വിളിക്കുന്ന, നന്മ തടയുന്ന ആളുകൾ. ഇത് സഹോദരങ്ങളെ ഞാൻ പറയേണ്ടതില്ലാത്ത വിധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മോശക്കാരായ കൂട്ടുകാരുടെ, മനുഷ്യരായ പിശാചുക്കളുടെ ദുർബോധനത്തിൽപ്പെട്ട് വഴിതെറ്റിയ മോശക്കാരും വൃത്തികെട്ടവരും ഒക്കെ ആയിത്തീർന്ന, നന്മകൾ ഉപേക്ഷിച്ചു പോയ എത്ര എത്ര ആളുകളുണ്ട്. യാതൊരു സംശയവുമില്ല. എത്രയോ നല്ല ആളുകൾ മോശക്കാരായ ആളുകളുമായുള്ള കൂട്ടുകൊണ്ട്, മോശക്കാരായ കൂട്ടുകാരെ കൊണ്ട് വഴിതെറ്റിപ്പോയിട്ടുണ്ട്. മനസ്സിലായില്ല? അവരിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടണം. അള്ളാഹുവിൻ്റെ നബിമാർക്ക് ശത്രുക്കളായി ഷയാത്തീനൽ ഇൻസി വൽ ജിൻ, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്താന്മാരെ നാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നബിമാരിൽ എല്ലാവർക്കും, ആലോചിക്കണം, മുഴുവൻ നബിമാർക്കും ആരുണ്ട്? ജിന്നിലും ഇൻസിലും പെട്ട ശൈത്താന്മാരെ അള്ളാഹു ശത്രുക്കളായി നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. നന്മ തടയാൻ, അതുപോലെ തിന്മ പ്രോത്സാഹിപ്പിക്കാൻ ജിന്നുകളിലെ പിശാചുക്കളെ അവർക്ക് സഹായികളായി പ്രവർത്തിക്കുന്നവരാരെങ്കിലും ഉണ്ടാവും? മനുഷ്യരുണ്ടാവും. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. ഏത് കാലത്തും അങ്ങനെയുള്ളവരെ നമുക്ക് കാണാം. അള്ളാഹുവിനോട് കാവൽ തേടുക, അവനോട് കാവൽ തേടുകയാണ് ആദ്യം വേണ്ടത്. അവനിൽ അവലംബം അർപ്പിക്കുക, അവനിൽ തവക്കുലാക്കുക. അവനിൽ നീ ഭരമേൽപ്പിച്ചാൽ, അവനിൽ തവക്കുലാക്കിയാൽ ഒരാളെയും നിനക്ക് ഭയക്കേണ്ടി വരികയില്ല. അവരുടെ ഷർറിൽ നിന്ന് നിന്നെ കാക്കാൻ അള്ളാഹു മതി. യാ അയ്യുഹൻ നബി ഹസ്ബുക അല്ലാഹ് വമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. ഓ നബിയെ, താങ്കൾക്ക് അള്ളാഹു മതി, താങ്കളെ പിൻപറ്റിയ മുഅ്മിനുകൾക്കും അള്ളാഹു മതി എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം കൂടി മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ശൈത്താൻ്റെ വസ്വാസിൽ വളരെ പ്രധാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുള്ള, നമ്മെ ഓർമ്മപ്പെടുത്തിയ വസ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് നിസ്കാരത്തിലെ വസ്വാസ്. നിസ്കാരം അത് മോശമാക്കാൻ അവൻ ബദ്ധശ്രദ്ധനാണ് ശൈത്താൻ. കാരണം നിസ്കാരം എന്നത് അതിൽ മുഴുവൻ അള്ളാഹുവിനുള്ള ദിക്റാണ്. അത് നിന്നെ തിന്മയിൽ നിന്ന് തടയും, മോശമായതിൽ നിന്ന് തടയും, നിന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. അതുകൊണ്ട് അതിൽ ശ്രദ്ധ തെറ്റിക്കാൻ വളരെയധികം ശൈത്താൻ ശ്രദ്ധിക്കും. കാരണം നിസ്കാരത്തിൻ്റെ റൂഹ്, അതിൻ്റെ ആത്മാവെന്ന് പറയുന്നത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, ഖുശൂ, ഇതാണ്. ശ്രദ്ധയോടെ നിസ്കരിക്കുക. ഒരാൾ ശ്രദ്ധയോടെ നിസ്കരിച്ചത് എത്രയാണോ അത്രയുമാണ് അയാൾക്ക് നിസ്കാരത്തിൻ്റെ പ്രതിഫലം ഉണ്ടാവുക. അതിനനുസരിച്ചാണ് പ്രതിഫലം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഒരു മനുഷ്യൻ്റെ താടി രോമങ്ങൾ നരച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അത്രയും കാലം അവൻ നിസ്കരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു നിസ്കാരത്തിൻ്റെ പ്രതിഫലം പോലും മുഴുവനായി അവന് കിട്ടിയിട്ടുണ്ടാവുകയില്ല, മുഴുവൻ കിട്ടിയിട്ടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഉശുർ, 10-1, 5-1, 3-1, പകുതി, എത്രത്തോളം ആ ഹദീസിൽ മുഴുവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടേ ഇല്ല. കാരണം മുഴുവൻ കിട്ടുന്ന ആളുകൾ അത്രയും അപൂർവമായിരിക്കും, വിരളമായിരിക്കും. എന്തുകൊണ്ടാണ്? അത് ഖുശൂ കുറയുന്നത് കൊണ്ടാണ്. ശൈത്താൻ ബാങ്ക് വിളിച്ചാൽ ഓടിപ്പോവും. എങ്ങനെ? ഉച്ചത്തിൽ കീഴ്വായിട്ടുകൊണ്ട് ഓടിപ്പോകും എന്നാണ് അവൻ്റെ മോശമായ സ്വഭാവങ്ങളിൽ ഒന്നാണ്. എന്നിട്ട് ബാങ്ക് കഴിഞ്ഞാൽ തിരിച്ചു വരും. ഇഖാമത്ത് വിളിച്ചാൽ വീണ്ടും അതേപോലെ. എന്നിട്ടോ നിസ്കാരം തുടങ്ങിയാൽ വീണ്ടും തിരിച്ചു വരും. എന്തിനു വേണ്ടി? നിസ്കരിക്കുന്നവരെ ഉപദ്രവിക്കാൻ. എന്നിട്ട് അവൻ്റെ മനസ്സ് അവനോട് പറയും, ഉദ്കുർഖത, ഇതൊക്കെ ആലോചിക്കൂ, ഇതൊക്കെ ഓർമ്മിച്ച് നോക്കൂ. പല ചിന്തകളും ഇട്ടുകൊടുക്കും. എത്ര നിസ്കരിച്ചു എന്ന് മനുഷ്യന് മറന്നു പോകുമാറ്. പണ്ഡിതന്മാർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇഖാമത്ത് വിളിച്ചപ്പോൾ ഒരുത്തൻ പോയി, ഇഖാമത്ത് കേട്ടപ്പോൾ പോയി കളഞ്ഞു. നമുക്കറിയാം വളരെ മോശക്കാരനാണ്. മനുഷ്യരിൽ ഒരാളുകൾ സങ്കല്പിച്ച് നോക്കൂ, ഇഖാമത്ത് കേട്ടപ്പോൾ അപ്പോൾ വേഗം സൽമുട്ടു. അവനേക്കാളും മോശക്കാരനാണ് ഒരുത്തൻ. ആര്? ഇഖാമത്ത് തുടങ്ങുമ്പോൾ പോയി എന്ന് മാത്രമല്ല, എന്നിട്ട് നിസ്കാരം തുടങ്ങുമ്പോൾ നിസ്കരിക്കാൻ വരെ ബുദ്ധിമുട്ടാക്കാൻ ഒരുത്തൻ വന്നു എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. മനുഷ്യരിലൊരാൾ ആരാണ് കൂടുതൽ മോശക്കാരൻ? ഇഖാമത്ത് വിളിക്കുമ്പോൾ പോയവനാണോ, അല്ല ഇഖാമത്ത് കൊടുക്കുമ്പോൾ പോയി എന്നിട്ട് തിരിച്ചു നിസ്കാരം തുടങ്ങുമ്പോൾ? എന്തിന്? നിസ്കരിക്കാനല്ല, നിസ്കരിക്കാനവരെ ഇടങ്ങാറാക്കാൻ, ബുദ്ധിമുട്ടിക്കാൻ. സുബ്ഹാനല്ലാഹ്, ഇതാണ് ശൈത്താനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അവൻ്റെ ഷർറ് അത്രയാണ്. അങ്ങനെ ശ്രദ്ധ തെറ്റിച്ച് കളയും. എന്നാൽ അൽഹംദുലില്ലാഹ്, അള്ളാഹു അവൻ്റെ ഔദാര്യത്താൽ, അവൻ്റെ ഫദ്ലിനാൽ, അവൻ്റെ റഹ്മത്തിനാൽ നിസ്കാരത്തിൽ നമുക്ക് വല്ലതും മറന്നുപോയാൽ എന്ത് നിശ്ചയിച്ചിരിക്കുന്നു? 2 സഹുവിൻ്റെ സുജൂദുകൾ. എന്തിനാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇർഗാമൽ ലിശൈത്താൻ. ശൈത്താനെ അതിലൂടെ നമ്മൾ വിറളി പിടിപ്പിക്കുകയാണ്, അവനെ പരാജയപ്പെടുത്തുകയാണ്. കാരണം അവൻ ഈ പണിയൊക്കെ എടുത്ത് നമ്മൾ നിസ്കാരം ബാത്തിലാക്കാനാണ്. അവസാനം കിട്ടിയതോ മുഅ്മിൻ അതാ 2 സുജൂദ് അധികം അള്ളാഹുവിന് ചെയ്യും. മുഅ്മിൻ റബ്ബിന് 2 സുജൂദുകൾ അധികം ചെയ്യുകയാണ്. അങ്ങനെ അള്ളാഹുവിങ്കിൽ അവൻ്റെ പ്രതിഫലം പിന്നെയും വർദ്ധിക്കുകയാണ്. ഇർഗാമൽ ലിശൈത്താൻ, ശൈത്താനെ വിറളി പിടിപ്പിക്കാൻ.
അവനെ പരാജയപ്പെടുത്താൻ, അവൻ്റെ മോഹം അത് കെടുത്തിക്കളയാൻ. അപ്പോൾ നോക്കൂ, നിസ്കാരത്തിലെ വസ്വസ അവൻ്റെ പ്രധാനപ്പെട്ട ഉപദ്രവങ്ങളിൽ ഒന്നാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ശൈത്താൻ്റെ ഷർറുകളിൽ നിന്ന്, മനുഷ്യരിലും ജിന്നുകളിൽപ്പെട്ട ശയാത്തീനിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.